Good morning, dear students. Welcome to today's online class. Today we are going to discuss about interest on debentures. Normally, debenture holders are known as the creditors of the company, or debentures are treated as creditorship securities. കമ്പനിയുടെ കടം കൊടുക്കാനുള്ള ആളുകളാണ് ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ കമ്പനി കടം വാങ്ങിയിട്ടുള്ള വ്യക്തികളാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സ്വാഭാവികമായിട്ടും ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ ലയബിലിറ്റിയാണ്. നോർമലി ഡിബഞ്ചേഴ്സിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടാണ് ഡിബഞ്ചർ എന്ന് നമ്മൾ പറയാറ്. സാധാരണഗതിയിൽ 10% ഡിബഞ്ചേഴ്സ്, 12% ഡിബഞ്ചേഴ്സ്, 14% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ആ ഡിബഞ്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ടുള്ള 14, 12, 10% ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ് ഡിബഞ്ചേഴ്സിൻ്റെ പേരിൻ്റെ മുൻപിലായിട്ട് പ്രീഫിക്സ് ചെയ്ത് പറയുന്നു. അപ്പോൾ അത് ഒരേ സമയം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഡിഫറെൻ്റ് ഡിബഞ്ചേഴ്സ്. അതേസമയം തന്നെ അത് ആ എമൗണ്ട് ആയിരിക്കണം, ആ പെർസെൻറ്റേജ് ആയിരിക്കണം ഇൻട്രസ്റ്റ് ആര് കൊടുക്കേണ്ടത്, കമ്പനി കൊടുക്കേണ്ടത്. നോർമലി ഒരു കമ്പനി ഹാഫ് ഇയർലി ആയിട്ടോ ഇയർലി ആയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രീഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ചാർജ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. അത് പ്രോഫിറ്റ്സിനെതിരായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ്സിനോടുള്ള ഒരു ചാർജായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. അതിൻ്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ലാഭമുണ്ടെങ്കിൽ മാത്രമേ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതേസമയം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ആണെന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമുക്ക് P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല, കടം വാങ്ങിയ ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടുന്ന ഒന്നാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും കമ്പനികൾ കൊടുത്തിരിക്കണം. കാരണം ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച ഒരു ലയബിലിറ്റിയാണ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ബെയർ ചെയ്യുന്ന ഒരു ലയബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഡിബഞ്ചർ എന്ന് പറയുന്നത്. ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, നോർമലി കമ്പനികൾ ഹാഫ് ഇയർലി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസം കൂടുമ്പോഴാണ് നോർമലി പല കമ്പനികളും ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില കമ്പനികൾ മാത്രം ഇയർലി ആയിട്ട് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മറ്റേതെങ്കിലും രീതിയിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം വേണമെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. അങ്ങനെ നിർബന്ധമായിട്ട് ഹാഫ് ഇയർലി, ഇയർലി അങ്ങനെയുള്ള ഒരു പ്രീഫിക്സ്ഡ് പീരീഡ് ഇല്ല. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS പിടിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ TDS കുറച്ചതിന് ശേഷം മാത്രമേ, TDS ഇൻകം ടാക്സ് പേയബിൾ എന്നുള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ആർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഡിബഞ്ചർ എന്ന് പറയുന്നൊരു ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. കമ്പനിക്ക് ലയബിലിറ്റിയാണ് ഡിബഞ്ചേഴ്സ്. മാത്രമല്ല ഡിബഞ്ചേഴ്സ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഡിബഞ്ചേഴ്സ് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ക്യാരി ചെയ്യുന്ന
ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസാണ്. അതുകൊണ്ട് തന്നെ കമ്പനി എല്ലാ വർഷവും റെഗുലറായിട്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. സാധാരണയായി യൂഷ്വലി കമ്പനീസ് എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 6 മാസം കൂടുമ്പോഴാണ്, 6 മന്ത്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ടാണ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില കമ്പനികൾക്ക് ഇയർലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, അതുമല്ലെങ്കിൽ പ്രീഫിക്സ്ഡ് ഡേറ്റിനെ കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് നമ്മൾ പേയബിൾ ആക്കി കഴിഞ്ഞാൽ, അത് പേ ചെയ്യുന്നതിന് മുൻപായിട്ട് TDS, എന്താണ് TDS? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് കുറച്ചിട്ട് മാത്രമേ ആ എമൗണ്ട് ആർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളിവിടെ പറഞ്ഞു. ഒന്ന്, ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, അതായത് ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് TDS പിടിച്ചിട്ടേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് എഴുതണം? ജേർണലൈസ് ചെയ്യണം. നോക്കാം നമുക്ക് എന്താണ് ജേർണൽ എൻട്രി എന്നുള്ളത്. ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിനുള്ള ജേർണൽ എൻട്രി: ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ആരുടെ പേരിലേക്ക് ഡ്യൂ ആക്കി? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആക്കി. രണ്ടാമത്തെ, ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, TDS. അപ്പോൾ ഇനി പേയ്മെൻറ്റ് കൊടുക്കുക, അതോടൊപ്പം തന്നെ എന്ത് കുറയ്ക്കുക? TDS കുറയ്ക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം ടാക്സ് പേയബിൾ, ദെൻ ഒരു 2 കൂടി ഉണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഡ്യൂ ആക്കിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് TDS നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞ് മാറ്റുന്നു. ബാക്കിയുള്ള എമൗണ്ട് ക്യാഷ് കൊടുക്കുന്നു ടു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പേ ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇൻകം ടാക്സ് പേയബിൾ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ഇൻകം ടാക്സ് അതോറിറ്റീസിന് പേ ചെയ്യുന്നു. ഇൻകം ടാക്സ് അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നാലാമത്തെ പോയിന്റ്, ഫോർ ക്ലോസിംഗ് ദ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇനി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു എക്സ്പെൻസ് ആണ് കമ്പനിയെ സംബന്ധിച്ച്. ആ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസുകൾ സാധാരണ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അതുപോലെ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുന്നു. എന്താണ് ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഒന്നുകൂടി പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി ഇത്രയും പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി തരാവുന്ന ഒരു പ്രോബ്ലം ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 157 ഇല്ലസ്ട്രേഷൻ 14 ആണ്. ഞാൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂഡ് 20,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each on 1st January 2018. The interest is paid half yearly on 30th June and 31st December every year. അപ്പോൾ ഹാഫ് ഇയർലി ആയിട്ട് ജൂൺ 30 അതുപോലെ തന്നെ ഡിസംബർ 31 എല്ലാ വർഷവും ഇവർ ഹാഫ് ഇയർലി ആയിട്ട് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഈസ് 20%. പാസ് നെസസറി ജേർണൽ എൻട്രീസ് ഫോർ 1 year. ഒരു വർഷത്തേക്കുള്ള ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതണം. അതിനുശേഷം ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ, അതിനുശേഷം ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടുന്ന ജേർണൽ എൻട്രീസ് എല്ലാം തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമുക്കതിൻ്റെ ഒരു സമ്മറി നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 20,000 ഡിബഞ്ചേഴ്സ് ആണ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 20 lakhs. 12% ഡിബഞ്ചേഴ്സ് ആണ്.
ഡിബഞ്ചേഴ്സ് 12% ആണ്. ഓൺ 1st January 2018, 1st January 2018 ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഹാഫ് ഇയർലി ആണ്, 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. 30th ജൂണും അതുപോലെ തന്നെ 31st ഡിസംബറുമാണ്. റേറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് റേറ്റ് 20% ആണ്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 20 lakhന് ഇൻട്രസ്റ്റ് വരുന്നത് 12% ആണ്. ഡിബഞ്ചേഴ്സ് 12% ഇൻറ്റു 6/12. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് %12 വരുമ്പോൾ നമുക്ക് 2,40,000, 2,40,000 12% എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1,20,000. അതായത് ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞത് 2,40,000. അതിൻ്റെ പകുതിയാണല്ലോ 6/12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ്. പകുതി വരുമ്പോൾ 1,20,000. ഇനി അടുത്ത കാര്യമുള്ളത്, ഇതിന് TDS എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ 1,20,000-ൻ്റെ എത്ര ശതമാനമാണ്? 20%. 20% എന്ന് പറയുമ്പോൾ 12,000 + 12,000 = 24,000. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000 ആണ് ഇൻട്രസ്റ്റ് പേയബിൾ. അതിൽ 24,000 എന്തായിട്ട് TDS ആയിട്ട് മാറ്റി ബാക്കിയുള്ള 96,000 ആണ് ആർക്ക് പേ ചെയ്യേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ജേണലൈസ് ചെയ്യാം. ജേണലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് ഡേറ്റ് എഴുതുന്നു 1st January 2018. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രി ആണ് വരുന്നത്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 20,000 ആണ് ഡിബഞ്ചറിൻ്റെ നമ്പർ. 20,000 ഇൻറ്റു ₹100. ദെൻ 20 lakhs. 20 lakhs ടു ഡിബഞ്ചറിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് റേറ്റ് പ്രത്യേകം എഴുതണം. 12% ഡിബഞ്ചർ അക്കൗണ്ട്, ദാറ്റ് ഈസ് 20 lakh. 20 lakh. നരേഷൻ എഴുതാം. സിമ്പിൾ നരേഷനാണ്. ബീയിങ് ഡിബഞ്ചർ ഇഷ്യൂഡ്, അത്ര എഴുതിയാൽ മതി. ഡിബഞ്ചർ ഇഷ്യൂഡ്. അപ്പോൾ January 1 ഇത് ഇഷ്യൂ ചെയ്തു. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത ജേണൽ എൻട്രി വരുന്നത് ഈ വർഷം അവസാനമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഓരോ 6 monthsലും ഹാഫ് ഇയർലിയും നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ June 30th അടുത്ത ജേണൽ എൻട്രി വരുന്നത് 30th June.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആദ്യം തന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി ആദ്യം എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് അതിൻ്റെ ഡിനോമിനേഷൻ ഇവിടെ എഴുതാം. സ്ഥലം കുറവാണ് എങ്കിലും നമുക്ക് എഴുതാം 20 lakh ഇൻറ്റു 12% ഇൻറ്റു 6/12. ഇത് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാലോ. 20 lakh ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട്. 12% ഇൻട്രസ്റ്റ് റേറ്റ്. അത് എത്ര നാളത്തേക്കാണ്? 6 മാസത്തേക്ക്. ഒരു വർഷത്തേക്ക് കൊടുക്കാൻ പറ്റില്ല, 6 മാസത്തേക്കുള്ള എമൗണ്ട്. അതാണ് 1,20,000. അത് ആരുടെ പേരിലേക്കാണ് ഡ്യൂ ആക്കേണ്ടത്? ആർക്കാണ് കൊടുക്കാനുള്ള? അവരുടെ പേരിലേക്ക്. അപ്പോൾ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് കോളം 1,20,000. 1,20,000. നരേഷ് എഴുതുക. ബീയിങ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ. ബീയിങ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അടുത്തത് ഡ്യൂ ആക്കിക്കഴിഞ്ഞ് നമുക്കങ്ങനെ നിർത്താൻ സാധിക്കില്ല. അതെന്ത് ചെയ്യണം? അത് പേ ചെയ്യണം. പേ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ടുള്ള എമൗണ്ട് 1,20,000 ആണ്. അതിൻ്റെ 20% TDS കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ പേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പേ ചെയ്യുന്ന ജേണൽ എൻട്രി സെയിം ഡേറ്റിനാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇനി ഡിനോമിനേഷൻ എഴുതേണ്ട കാര്യമില്ല, നേരത്തെയുള്ള എമൗണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1,20,000. ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട്. ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട്. ഇൻകം ടാക്സ് പേയബിൾ എങ്ങനെയാണ് കാണുക? 1,20,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. 1,20,000-ൻ്റെ 20% ആണ് നമ്മുടെ ടാക്സ് പേയബിൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് റേറ്റ് 20% ആണ്. അപ്പോൾ 1,20,000-യുടെ 10% 12,000 ആണ്. അപ്പോൾ 20% 12,000 + 12,000 24,000. 24,000 ഇതാണ് നമ്മുടെ ഇൻകം ടാക്സ് പേയബിൾ. ബാക്കിയുള്ള എമൗണ്ട് 1,20,000-ൽ 24,000 കഴിച്ചാൽ ബാക്കിയുള്ള 96,000 റുപ്പീസാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ടാവുക. ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് 1,20,000 മൈനസ് 24,000 ബാക്കിയുള്ള എമൗണ്ട്. ദാറ്റ് ഈസ് 96,000. നരേഷിന് എഴുതാം. നരേഷ് എഴുതുന്ന സമയത്ത് ഏറ്റവും മിനിമൈസ് ചെയ്ത് എഴുതിയാലും മതി. എന്താണ്? ബീയിങ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് and deduction of tax. Deduction of tax. Payment of being payment of interest and deduction of tax.
അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ജേണൽ എൻട്രി അത് വ്യത്യസ്തമാണ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതാണ്. രണ്ടാമത്തെ ജേണൽ എൻട്രി 30th ജൂൺ, ആദ്യത്തെ ഹാഫ് ഇയർലി ആയപ്പോൾ 6 മാസം ആയപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി 20 ലക്ഷത്തിന് 12% വെച്ച് 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി. അടുത്ത ജേണൽ എൻട്രിയിൽ ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് TDS കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് പേ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഇൻകം ടാക്സ് പേയബിൾ 24,000 വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യാം. ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ 24,000 to bank account. Bank account 24,000 being income tax paid, being income tax paid. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 6 മാസത്തെ ജേണൽ എൻട്രീസ് കഴിഞ്ഞു. ഇനി 31 ഡിസംബറിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഈ ജേണൽ എൻട്രീസൊക്കെ എഴുതണം. എമൗണ്ടിൽ മാറ്റം സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മാസത്തെ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ടാക്സ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് അടുത്ത സെറ്റ് ജേണൽ എൻട്രീസ് എഴുതാൻ. ഇനി ഡിസംബർ 31 അടുത്ത ജേണൽ എൻട്രി വരുന്നത്. അടുത്ത ഹാഫ് ഇയർലി ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് എഴുതുന്നു 31 ഡിസംബർ 2018 എന്നുള്ള എഴുതണ്ട, ഇത് നമ്മൾ കണ്ടിന്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇനി ഇയർ എഴുതണമെന്നില്ല. ഇനി സാധാരണ പോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കുക, ഇൻട്രസ്റ്റ് പേ ചെയ്യുക, ടാക്സ് പേ ചെയ്യുക, അങ്ങനെയുള്ള ജേണൽ എൻട്രീസ് ആദ്യം എഴുതുക. അത് കൂടാതെ ഒരു ജേണൽ എൻട്രി കൂടി ഇവിടെ വേണം. കാരണം നമ്മൾ ഡിബഞ്ചർ ഒരു എക്സ്പെൻസ് ആയിട്ട് ഇയർ എൻഡ് അല്ലേ, 31 ഡിസംബർ എന്ന് പറയുമ്പോൾ ഇയർ എൻഡഡ് ആയിട്ട് വരും. ആ സമയത്ത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞപ്പോൾ അത് ക്ലോസ് ചെയ്യുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഡിനോമിനേഷൻ നേരത്തെ എഴുതിയതാണ് എങ്കിലും ഒന്നുകൂടി നമുക്ക് എഴുതാം. സെയിം എമൗണ്ട് ആണ് വരിക, 20 lakhs ഇൻറ്റു 12% ഇൻറ്റു ഹാഫ് ഇയർലി ആയതുകൊണ്ട് തന്നെ 6/12. അപ്പോൾ നമുക്ക് 1,20,000 1,20,000 രൂപയാണ് ഇൻട്രസ്റ്റ് പേയബിളായിട്ട് വരുന്നത്. ദെൻ ആർക്കാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് 1,20,000 ട്രാൻസ്ഫർ ചെയ്യും. ഇതിൻ്റെ നരേഷൻ എന്ന് പറയുന്നത് being interest on debentures due. Interest on debentures due. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഇൻകം ടാക്സ്
ഡിഡക്റ്റ് ചെയ്ത ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പേ ചെയ്യുന്ന ജേണൽ എൻട്രിയിൽ തന്നെ അത് കൃത്യമായിട്ട് ഡിഡക്റ്റ് ചെയ്യണം. ഡേറ്റ് സെയിം ഡേറ്റ് തന്നെയാണ്. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഈ എമൗണ്ട് ഓൾറെഡി ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് ഡ്യൂ ആയി കഴിഞ്ഞു. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1,20,000 ടു ഇൻകം ടാക്സ് പേയബിൾ. ഇൻകം ടാക്സ് പേയബിൾ, ഇൻകം ടാക്സ് റേറ്റ് 20% ആണ്. അപ്പോൾ 1,20,000-ൻ്റെ 20% നേരത്തെ കണ്ടതാണ്. അപ്പോൾ 24,000. ബാക്കി എത്ര വരും? 1,20,000-ൽ 24,000 കുറച്ചാൽ ബാക്കി 96,000 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? പേ ചെയ്യാൻ സാധിക്കുക. ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് 96,000. ബീയിങ്, നരേഷ് എഴുതുക, ബീയിങ് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ്. ടാക്സ് ഡിഡക്റ്റഡ്. അപ്പോൾ ഇൻകം ടാക്സ് പേ ചെയ്തു. എന്ത് കുറച്ചതിന് ശേഷം? ടാക്സ് കുറച്ചതിന് ശേഷമുള്ള ഇൻകം ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ടാക്സ് കുറച്ചതിന് ശേഷമുള്ള ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തു. അതാണ് വരിക. 1,20,000 ആണ് ആകെയുള്ള ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ. ആ ഇൻട്രസ്റ്റ് പേയബിളിൽ നിന്ന് 24,000 ഇൻകം ടാക്സ് TDS കുറച്ച് 96,000 റുപ്പീസ് ആർക്ക് പേ ചെയ്തു? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്തു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻകം ടാക്സ് കുറച്ചിട്ടുള്ള ടാക്സ് പേയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. സെയിം ഡേറ്റിൽ തന്നെയാണ്. ഇൻകം ടാക്സ് പേയബിൾ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് 24,000. നരേഷൻ ബീയിങ് ഇൻകം ടാക്സ് പെയ്ഡ്. ബീയിങ് ഇൻകം ടാക്സ് പെയ്ഡ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയ പോലെ, കഴിഞ്ഞ 6 ഹാഫ് ഇയർലിക്ക് എഴുതിയ പോലെ ആദ്യം ഇൻട്രസ്റ്റ് നമ്മൾ ഡ്യൂ ആക്കി, ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തു, TDS കുറച്ചതിന് ശേഷം TDS ഇൻകം ടാക്സ് എന്ത് ചെയ്തു? ഇൻകം ടാക്സും പേ ചെയ്തു. പക്ഷെ ഇവിടെ ഒരു അഡീഷണൽ ജേണൽ എൻട്രി കൂടി ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 31 ഡിസംബറിലാണ്, ഇയർ എൻഡിലാണ്. ഇയർ എൻഡിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, നമുക്കറിയാം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്സ് ആണെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ അതൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൊരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഐറ്റം അല്ല. ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ജേണൽ എൻട്രി ആയിരിക്കും വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നാണ് വരിക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വർഷാവസാനമാണ് ഡെബിറ്റ് ചെയ്യുന്നത്. വർഷാവസാനം ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഇൻട്രസ്റ്റും കൂടി ഒന്നിച്ചാണ്. ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി 30th ജൂണിൽ പേ ചെയ്തിട്ടുണ്ട്. 1,20,000 30th ജൂണിൽ പേ ചെയ്തിട്ടുണ്ട്.
അടുത്ത ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അടുത്ത ഹാഫ് ഇയർലി ആകുമ്പോഴാണ് 1,20,000. ഇത് രണ്ടും കൂടി ഒന്നിച്ച് 2,40,000 ആയിട്ടാണ് ഒരു വർഷത്തെ മുഴുവൻ ഇൻട്രസ്റ്റ്, ഒരു വർഷത്തെ ഫുൾ ഇൻട്രസ്റ്റ് ആണ് എവിടേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് സെയിം ഡേറ്റ് തന്നെയാണ്, 31 ഡിസംബർ ഇയർ എൻഡിങ് തന്നെയാണ്. നമുക്കത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, അക്കൗണ്ട് ഡെറ്റർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, എമൗണ്ട്, രണ്ട് എമൗണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് ചെയ്യേണ്ടത്, ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1,20,000 പ്ലസ് 1,20,000 ദാറ്റ് ഈസ് 2,40,000. ഞാനിവിടെ നിങ്ങൾക്കറിയുന്നതിന് വേണ്ടി മാത്രം, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് അറിയുന്നതിന് വേണ്ടി മാത്രം 1,20,000 പ്ലസ് 1,20,000 എന്ന് എഴുതി വയ്ക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് 2,40 കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി. 2. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര തന്നെയാണ്? 2,40,000. നരേഷൻ ബീയിങ് debenture interest transferred to P&L account, profit and loss account. ഇതോടുകൂടി ഈ പ്രോബ്ലം കഴിഞ്ഞു. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് വരാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. മറന്നു പോകുന്ന കാര്യം ഒന്ന്, ഈ ലാസ്റ്റ് എഴുതിയ ജേണൽ എൻട്രി നമ്മൾ മറന്നു പോകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി നമ്മൾ മറന്നു പോകും. ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ജേണൽ എൻട്രി മറന്നു പോകും കേട്ടോ. ബാക്കിയൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഹാഫ് ഇയർലി കാണുന്ന സമയത്ത് 6/12 പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പേജ് നമ്പർ 162 9th പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. അവിനാശ് കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 16% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each at a discount of 10% payable, ₹30 on application, ₹40 on allotment. അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് and the balance on first and final call. Mohan, the holder of 300 debentures, failed to pay the allotment money and call money. Write the entries in the books of the company. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ഇതൊരു സാധാരണ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ സമ്മറി നോക്കുമ്പോൾ നമുക്കറിയാം ഇത് 10,000 നമ്പറാണ്. ഡിബഞ്ചറിൻ്റെ നമ്പർ 10,000 ആണ്. 16% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each and discount of discount 10% ആണ്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ 100 രൂപയുടെയാണ് 10% കാണേണ്ടത്. അപ്പോൾ ₹10 ഇതാണ് ഡിസ്കൗണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ മണി 30 രൂപ. അലോട്ട്മെൻറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് 40. അപ്പോൾ എന്ത് കുറച്ചിട്ടാണ്? വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ 10 രൂപ കുറച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റിയൽ അലോട്ട്മെൻറ്റ് 50 ആണ്. ആൻഡ് ബാലൻസ് ആണ് നമ്മളോട് എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ ഫൈനൽ കോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് 50 ആയിട്ട് കണക്കാക്കണം. അലോട്ട്മെൻറ്റ് ശരിക്കും 50 ആണ്. ദെൻ അതിൽ നിന്ന് 10 രൂപ കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ 80 രൂപയായി. 100 രൂപയിൽ 80 റുപ്പീസ് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണ്? 20 രൂപയാണ് ഫൈനൽ കോൾ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇത് നമ്മൾ 30, 40,
ബാക്കി 30. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഇവിടെ തെറ്റ് വരും. എന്നിട്ട് 10 രൂപ കുറച്ചാൽ ഇത് നമ്മൾ 30 രൂപയായിട്ട് കണക്കാക്കും. അങ്ങനെയല്ല വരേണ്ടത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 40 രൂപ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം റിയൽ അലോട്ട്മെൻറ്റ് മണി 50 രൂപയാണ്, അതിൽ 10 രൂപ കുറച്ചിട്ടാണ് 40 അഡ്ജസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ്, മോഹൻ ദ ഹോൾഡർ ഓഫ് 300 ഡിബഞ്ചേഴ്സ് ഫെയിൽഡ് ടു പേ ദ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി. അലോട്ട്മെൻറ്റും കോൾ മണി അടയ്ക്കാത്ത 300 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആദ്യം ഡേറ്റ് തന്നിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. നമ്മുടെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. $10,000 അപ്ലിക്കേഷൻ മണി 30 രൂപ. $3 lakh. 2 16% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. $3 lakh. നരേഷ് എഴുതുന്നു, ബീയിങ് application money received. Being application money received. അപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? അത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 16% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 3 lakh. 16% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ആണ്. അപ്ലിക്കേഷൻ മണി ആണല്ലോ. അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. 2 16% ഡിബഞ്ചർ അക്കൗണ്ട്. $3 lakh. Narration, being application money transferred. Being application money transferred. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കേസ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. 16% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 10,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി 40 ആണ്. അത് ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് 4 lakh. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 10,000 into 10, that is 1 lakh. 2 16% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 16% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രയാണ്?
10,000 into 50, that is 5 lakh. നരേഷ് എഴുതുക. being debenture allotment due with a discount of rupees 10. 10 രൂപ ഡിസ്കൗണ്ടിൽ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. ഇനി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. 4 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. 10,000 ഡിബഞ്ചേഴ്സിൻ്റെ 4 ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത്. പക്ഷേ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിബഞ്ചർ ഹോൾഡർ, അതായത് മിസ്റ്റർ മോഹൻ ഹു ഹോൾഡിംഗ് 300 ഡിബഞ്ചേഴ്സ് ഫെയിൽഡ് ടു പേ ദി അലോട്ട്മെൻറ്റ് മണി ആൻഡ് കോൾ മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10,000 ഡിബഞ്ചറാണുള്ളത്. അതിൽ 300 ഡിബഞ്ചേഴ്സ് കുറച്ച് ആണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 10,000 ആണ്, മൈനസ് 300 ഇൻറ്റു 40. അപ്പോൾ 9,700 ഇൻറ്റു 40 വരിക. അപ്പോൾ 3,88,000. കോൾസ് ഇൻ അരിയർ വെച്ച് ചെയ്യാം, അല്ലാതെ ചെയ്യാം. നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് ചെയ്യുന്നത്. ടു 16% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 3,88,000. നരേഷ് എഴുതുക. being allotment money received except 300 shares. 300 ഷെയർസ് ഒഴിച്ച് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. (16% ഡിബഞ്ചർ, ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ 10,000 into 20. (2 lakh) to 16% debentures account 2 lakh. Narration. Being debenture ഫൈനൽ കോൾ ഡ്യൂ. ഫൈനൽ കോള് ഡ്യൂ ആയിട്ടുണ്ട്. ഇനി അത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 10,000 ആകിയുള്ളത്. അതിൽ നിന്ന് 300 ഷെയർ കുറയ്ക്കുന്നു, ഇൻറ്റു 20. അപ്പോൾ 9,000 നേരത്തെ ഉള്ള അതേപോലെ തന്നെ 300 ഷെയറാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. പക്ഷേ നേരത്തെ 40 രൂപയായിരുന്നു, ഇവിടെ അത് 20 രൂപയാണ്. അപ്പോൾ 1,94,000. ടു 16%
ഡിബഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട്, ദാറ്റ് ഈസ് 1,94,000. Narration: being debenture final call received except on 300 debentures. 300 debentures. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.